അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനകത്ത് കിടക്കാനുള്ള നമ്മുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമുക്ക് UTS എന്നുള്ള ഈ ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസിലോട്ടാണ് എത്താനായിട്ട് കഴിയുക. അപ്പോൾ ഇത് നമുക്കിവിടെ മുകളിൽ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നാലാമതായിട്ട് നമുക്കിവിടെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ 2 ഓപ്ഷൻസ് ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ താഴെയായിട്ട് കാണാം, പേപ്പർലെസ്സും പേപ്പറും. അതിൽ നമ്മൾ പേപ്പർലെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേഷൻ്റെ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് സ്റ്റേഷൻ നെയിം ഞാനിപ്പോൾ വടകരയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ പേഴ്സൺസിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ 2 ഞാൻ കൊടുക്കുകയാണ്, അത് ഡണ്ണ് എടുക്കുക. ശേഷം ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് 10 ആണല്ലോ, അപ്പം 2 ആളായതുകൊണ്ട് 20 കണ്ടു. അതിനുശേഷം നമ്മൾ ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, വാലറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതർ പേയ്മെൻറ്റ് മെത്തേഡ്സ്. ഈ അതർ പേയ്മെൻറ്റ്സിലാണ് നമ്മുടെ UPI പേയ്മെൻറ്റ് ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെ ഞാൻ അതർ പേയ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ 3 ഓപ്ഷൻസ് ഇവിടെ മുമ്പിൽ വരും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ പേ ആ എമൗണ്ട് അതിൽ ടാപ്പ് ചെയ്തു, റെഡ് കളർ. ജസ്റ്റ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ചധികം ഓപ്ഷൻസ് വീണ്ടും ഇനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മൾ UPI എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പേ ബൈ എനി UPI ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഗൂഗിൾ പേയും പേടിഎമ്മും ഈ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് കഴിയുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഓപ്ഷൻസ്, പേയ്മെൻറ്റ് ഓപ്ഷൻസ്. ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ പേ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ പേയിലോട്ട് പോകും. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഇവിടെ കൃത്യമായിട്ട് നടത്തുക, എമൗണ്ട് ഇവിടെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ പേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ തിരിച്ച് ആപ്പിലോട്ട് പോയിട്ട് അവിടെ കൃത്യമായിട്ട് ബുക്കിംഗ് ഹിസ്റ്ററി എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കാണാനായിട്ട് കഴിയും, പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ഇത്ര മാത്രമാണുള്ളൂ, വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.